63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് രാവിലെ തിരി തെളിഞ്ഞു. ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം തിരു ആനന്ദപൂരമായിട്ട് മാറിയിരിക്കുകയാണ്. ആ പൂരത്തിന്റെ എല്ലാ പൊലിമയും ഇവിടെ കാണാം. വളരെ സജീവമാണ്. എല്ലാ വേദികളിലും ആളുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. എല്ലാ വേദികളും ഇവിടെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ മുഖ്യ തെരുവുകളും ഈ മുഖ്യവേദിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിളയ്ക്ക് അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പ്രധാനമായും നമുക്കറിയാം, ഒരു കലോത്സവം ആകുമ്പോൾ അതിൻ്റെ മീഡിയ കമ്മിറ്റിക്ക് പ്രത്യേക റോളുണ്ട്. മീഡിയ കമ്മിറ്റിയുടെ ചുമതലക്കാർ ഇപ്പോൾ എന്നോടൊപ്പം കുറച്ച് സമയമായി അവർ എൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അരുൺ അല്ലെ, മീഡിയ കമ്മിറ്റിയുടെ കൺവീനറാണ്. അരുൺ, എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? തുടങ്ങിയേ ഉള്ളൂ. ഞങ്ങൾ മീഡിയ കമ്മിറ്റി ഈ വർഷം കൊല്ലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏകദേശം 1300ഓളം മീഡിയ പ്രവർത്തകർക്ക് പാസ് കൊടുത്തു കഴിഞ്ഞു. മീഡിയയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് മീഡിയ റൂം പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വൈഫൈയും മറ്റ് സൗകര്യങ്ങളും മീഡിയ റൂം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതോടെ സംബന്ധിച്ച് ഓൺലൈൻ മീഡിയകളുണ്ട്, അക്രഡിറ്റേഷനുള്ള മീഡിയകളുണ്ട്. അങ്ങനെ അക്രഡിറ്റേഷനുള്ള മീഡിയകൾക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ പവലിയനുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നറുക്കെടുപ്പിലൂടെയാണ് അത് നൽകിയിട്ടുള്ളത്. പ്രിന്റഡ് മീഡിയയ്ക്ക് ഒരു ഭാഗത്തും വിഷ്വൽ മീഡിയയ്ക്ക് വേറൊരു ഭാഗത്തുമാണ് നൽകിയിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ തന്നെ മീഡിയയുടെ പ്രവർത്തനം നടന്നു പോവുകയാണ്. ആദ്യമായിട്ടാണോ ഈ മീഡിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നത്? മീഡിയ കമ്മിറ്റിയിൽ മുമ്പ് ദേശീയ അധ്യാപക പരിഷത്തിന് ആദ്യമായാണ് മീഡിയ കമ്മിറ്റി കിട്ടുന്നത്. ഓരോ അധ്യാപക സംഘടനകളാണ് വിവിധ കമ്മിറ്റികൾ എടുത്ത് പ്രവർത്തിക്കുന്നത്. ദേശീയ അധ്യാപക പരിഷത്തിന് ആദ്യമായിട്ടാണ് മീഡിയ കമ്മിറ്റി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും സംസ്ഥാന പ്രസിഡന്റ് ശ്രീ PS ഗോപകുമാറും ഞങ്ങളോടൊപ്പം ഉണ്ട്. ദേശീയ അധ്യാപക പരിഷത്തിന്റെ ഒരു പ്രാതിനിധ്യം തന്നിരിക്കുകയാണല്ലേ മീഡിയ കമ്മിറ്റിയിൽ, ആദ്യമായിട്ടാണ് എന്ന് പറയുന്നല്ലേ. പൊതുവിൽ എങ്ങനെ വിലയിരുത്തുന്നു? 63ാമത് കേരള സ്കൂൾ കലോത്സവം തലസ്ഥാന നഗരിയിൽ വിജയകരമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതിൽ മീഡിയയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ചുമതലയാണ്. ഏതാണ്ട് 25ഓളം കമ്മിറ്റികൾ, 20ലധികം കമ്മിറ്റികൾ വിവിധ അധ്യാപക സംഘടനകളുടെ നേതൃത്വം നടക്കുകയാണ്. 2013 മുതലാണ് ദേശീയ അധ്യാപക പരിഷത്തിന് ഈ കലോത്സവത്തിലെ മേളകളുടെ നടത്തിപ്പിലെ ചുമതല പങ്കാളിത്തം ലഭിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് മീഡിയ കമ്മിറ്റിയുടെ പ്രവർത്തനം നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേജ് ആൻഡ് പന്തലായിരുന്നു. പ്രധാനപ്പെട്ട പല കമ്മിറ്റികളും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എടുത്ത് നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിക്കുന്ന എല്ലാ മേളകളിലെ എല്ലാ കമ്മിറ്റികളും വളരെ സുദീർഘമായിട്ട് അത് ചുമതല നിർവഹിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് അധ്യാപക പരിഷത്തിനുള്ളത്. വിദ്യാഭ്യാസ വകുപ്പിനും അങ്ങനെയാണ്. അതുകൊണ്ടാണ് മികച്ച കമ്മിറ്റികൾ ഓരോ വർഷവും നമ്മളെ ഏൽപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകുന്നത്. ഇപ്പോഴും ഇവിടെ മീഡിയയുടെ പ്രവർത്തനമാണ്. ഈ പ്രാവശ്യം ഒരു പ്രത്യേകത ഉള്ളത്, തലസ്ഥാന നഗരിയിലായതുകൊണ്ട് കേരളം ഒട്ടുക്കുള്ള ഓൺലൈൻ മാധ്യമങ്ങളടക്കം കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് കൊല്ലത്ത് നടക്കുന്ന സമയത്ത് 750ലധികം പാസേ നമുക്ക് വിതരണം ചെയ്യേണ്ടതായിട്ട് വന്നുള്ളൂ മീഡിയ കമ്മിറ്റിയിൽ. ഈ പ്രാവശ്യം അത് അതിൻ്റെ ഏകദേശം ഒരു 90% അല്ലെങ്കിൽ ഇരട്ടിയോളം മീഡിയ പാസ് വിതരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത്രയും മീഡിയാസിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന ഈ മേളയുടെ മീഡിയ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കിട്ടിയ അവസരം അധ്യാപക പരിഷത്ത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. അത് ഭംഗിയായിട്ട് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഓക്കെ, ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം പൂർണ്ണമായിട്ടുള്ള അവലോകനത്തിന് മാധ്യമങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കാം, അവലോകനം ചെയ്യാം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് മംഗലം കളി, അതായത് ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗോത്ര കലകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മംഗലം കളി അത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ഗോത്ര വർഗമാണ് അത് പ്രധാനമായും ആ ഒരു കളി അവതരിപ്പിക്കുന്നത്. എന്നോടൊപ്പം മംഗലം കളിയിൽ പങ്കെടുത്ത് കഴിഞ്ഞ ആ ഒരു ടീമിൻ്റെ പിന്നെ അധ്യാപിക ഉണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നുള്ളതാണ്. നമുക്ക് നേരിട്ട് തന്നെ വിവരങ്ങൾ ചോദിച്ചു. ടീച്ചറെ, മംഗലം കളി അത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ടാണല്ലേ ഒരു ഗോത്രകല അവതരിപ്പിക്കുന്നത്. ടീച്ചർ വിശദമായിട്ട് പറയണം, ഇതെങ്ങനെ ഇത്രയും പേരെ പഠിപ്പിച്ചെടുത്തു എന്നുള്ളതൊക്കെ വലിയൊരു ദൗത്യം തന്നെയല്ലേ അത്? ഇത് ഇപ്രാവശ്യം 5 ഗോത്ര കലാരൂപങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മംഗലംകളി, പളിയ നൃത്തം, പണിയ, ഇരുള, മലപ്പുലയാട്ടം. അതിൽ മംഗലംകളിയാണ് ഇന്ന് ആദ്യമായിട്ട് വേദിയിൽ കുട്ടികളെ അവതരിപ്പിച്ചത്. ഇന്ന് മംഗലംകളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റിസൾട്ട് വന്നിട്ടില്ല, ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് പോകുന്നതാണ്. മംഗലംകളി ആ പേര് പറയുന്നത് പോലെ തന്നെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് അവര്, നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ണൂരായിരുന്നു. അതെ, ശരി. അപ്പൊ കല്യാണ ആഘോഷങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് നടത്തുന്ന ഒരു നൃത്തരൂപമാണ്, ഗോത്രകല നൃത്തരൂപമാണ്. അപ്പൊ അതില് 12 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ടീച്ചർ ഡാൻസറാണോ? അല്ലല്ല, ഞാൻ ആർട്സ് ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറാണ്. ഇത് പഠിപ്പിച്ചത് നാടൻപാട്ടിലെ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവായിട്ടുള്ള റംഷി പട്ടുവാണ് ഇവരെ അഭ്യസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികൾക്ക്, ഇത്രയും കുട്ടികൾക്ക് ഇതിൽ താല്പര്യമുണ്ട് എന്നൊക്കെ എങ്ങനെ തിരിച്ചറിഞ്ഞു? എന്നുവെച്ചാൽ ഒരു ഉപജില്ലാ കലോത്സവത്തിന് ഒരു 2-3 ആഴ്ച മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഉൾപ്പെടുത്തിയതായിട്ടുള്ള അറിവ് ലഭിച്ചത്.
അപ്പോൾ അതിനു മുമ്പ് പരിശീലനം തുടങ്ങിയോ? ഇല്ലില്ല, നമുക്ക് ഒരു കഴിഞ്ഞ വർഷം സമാപന സമ്മേളനത്തിൽ മന്ത്രി ഇങ്ങനെ അനൗൺസ് ചെയ്തിരുന്നു, ഇങ്ങനെ അതിന്റെ ഭാഗമായിട്ട് മംഗലംകളി അവതരിപ്പിക്കുകയുണ്ടായി, വേദിയിൽ വെച്ചിട്ട് അന്ന് സമാപന സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായി. അപ്പം ഇങ്ങനെ റംഷീനോട് സൂചിപ്പിച്ചിരുന്നു, ഇങ്ങനെ അടുത്ത വർഷം ഗോത്ര കലാരൂപങ്ങൾ ഉൾപ്പെടുത്തും, അപ്പം അതിൽ മംഗലംകളി ഉണ്ടാവും. പക്ഷേ സ്കൂൾ തുറന്നിട്ടും ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് നാടൻപാട്ട് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു, അപ്പോൾ കുട്ടികൾ അതിനുമായിട്ടൊരു തുടിയൊക്കെ വായിച്ചിട്ടൊരു ബന്ധമുള്ള കുട്ടികളായതുകൊണ്ട് അവർക്ക് താല്പര്യം ഉണ്ടാവും, നമുക്കൊന്ന് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ പിള്ളേരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു അല്ല? അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പെർഫോമൻസ് ഒന്ന് അല്ലേ പ്രേക്ഷകരൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അതിനുശേഷം മംഗലം കളിയിൽ പങ്കെടുത്തതിൻ്റെ അനുഭവം അത് ഞാൻ ചോദിക്കും. ഇപ്പോൾ റെഡിയാണല്ലോ? ഓക്കെ, അപ്പം മംഗലം കളി കാണാം. യെസ്, മംഗലം കളിയാണ് പ്രേക്ഷകർ കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ കാസർകോട്ടെ ഗോത്ര വിഭാഗത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കലാരൂപമാണ്. അത് ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് ഈ ഗോത്ര കല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ പെർഫോം ചെയ്തു. ഇവരോട് നമുക്ക് ചോദിക്കാം. നേരത്തെ ടീച്ചർ പറഞ്ഞു, സ്കൂളിലെ ടീച്ചർ പറഞ്ഞു, കാരണം ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിലാണ് ഇവരെ പരിശീലിപ്പിച്ചിട്ട്. നമുക്ക് ചോദിക്കാം അവരുടെ അനുഭവം എന്താണെന്ന്. യെസ്, ഈ മംഗലങ്ങളെ കുറിച്ച് നേരത്തെ കേട്ടറിഞ്ഞിരുന്നു, വല്ല അറിവുണ്ടായിരുന്നു? ഇല്ല, ആദ്യമായിട്ടായിരുന്നു. എങ്ങനെയാണ് ഈ ചുവടുകളൊക്കെ പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കിയതും അതുപോലെ ഇതിനോടൊരു താല്പര്യം എങ്ങനെ ഉണ്ടായത്? അത് പെട്ടെന്ന് കണ്ടപ്പോ തോന്നി, കളിച്ചു നോക്കാൻ തോന്നി. പിന്നെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ, അപ്പൊ അങ്ങനെ പേര് കൊടുത്ത് അങ്ങനെ സെലക്ട് ചെയ്ത് കേട്ടിയതാണ്. അപ്പൊ അത് ഒരു ഓളത്തിൽ അങ്ങ് പോയി. ഇത് സ്റ്റേജിൽ പിന്നെ പെർഫോം ചെയ്തപ്പോ പേടി ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു? ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല, അത് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പൊക്കോളും. എങ്ങനെ പഠിച്ചു ഇതൊക്കെ? പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാവരും മര്യാദക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചു തരും. അപ്പോൾ ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പഠിച്ചെടുക്കണം, നന്നായിട്ട് കളിക്കണം, ഫസ്റ്റ് വാങ്ങണം. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ പഠിച്ചെടുത്തു. ഫസ്റ്റ് കിട്ടുമോ? എ ഗ്രേഡ് കിട്ടണം എന്നാണ് ആഗ്രഹം. ആരെങ്കിലും അഭിപ്രായം പറഞ്ഞോ? വിധികർത്താക്കൾ ഇല്ല, പറയാറായിട്ടില്ല. അഭിപ്രായം പറഞ്ഞ രഹസ്യമായിട്ട് പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചു. അതൊന്നുമില്ല അല്ലേ? യെസ്, നിങ്ങളല്ലേ ഡാൻസ് ചെയ്തത് അല്ലേ? മംഗലങ്ങളെ കുറിച്ച് എന്തൊക്കെ അറിയാം? പെട്ടെന്ന് പറ, എനിക്കൊന്നും അറിയില്ല. മംഗലങ്ങളെ പറ്റിയിട്ട്
കല്യാണമായിട്ട് ബന്ധപ്പെട്ട് കളിക്കാനാണ്. പിന്നെ പെൺകുട്ടികൾ ഋതുമതിയാകുമ്പോൾ അതിനെ സംബന്ധിച്ച് കളിക്കണ ഒരു ഇതാണ്. അതുപോലെ തന്നെ 7-ാം മാസം ഗർഭിണിയായി കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കളിക്കണം. അതുപോലെ തന്നെ പിന്നെ ഇതിന് തുടി ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന തുടിയാണ്. ഇതിന്റെ വേഷമൊക്കെ ആരാ സെലക്ട് ചെയ്തത്? ടീച്ചർ തന്നെയാണ്. റംഷി അറിയപ്പെടുന്ന ഒരു നാടൻ പാട്ട് കലാകാരനല്ലേ റംഷി പട്ടോ? യെസ്, നമ്മുടെ സുഹൃത്തു കൂടിയാണ് റംഷി. എനിക്ക് പെട്ടെന്ന് നേരത്തെ ടീച്ചർ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റേജിൽ പെർഫോം ചെയ്ത ശേഷം എന്തു തോന്നി? ഞങ്ങൾ മാക്സിമം കൊടുത്താണ് കളിച്ചത്. നല്ല ബെസ്റ്റായിട്ട് കളിച്ചിറങ്ങി എന്ന് മനസ്സിന് തോന്നി. എന്തായാലും എ ഗ്രേഡ് ഉറപ്പിക്കാം. ഉറപ്പിക്കാം. അടുത്ത വർഷം ഇതൊരു തുടക്കമാണ്. അടുത്ത വർഷം കുറെ കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം പൊളിക്കും എന്തായാലും. അപ്പൊ ഇതിലെ ഈ നിങ്ങൾ ഈ മംഗലങ്ങളിൽ മാത്രമാണോ പങ്കെടുക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും യുവജനോത്സവത്തിൽ വേറെ ആണോ? വേറെ ഡാൻസും മറ്റു കാര്യങ്ങളൊന്നുമില്ല? ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി പറയുന്നില്ല, കാരണം ഓൾറെഡി പെർഫോം ചെയ്തല്ലേ. ഏതായാലും നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി ജനൻ ടി വിയുടെ വേദിയിൽ പെർഫോം ചെയ്തതിന്. യെസ്, അപ്പോൾ മംഗലം കളി അതായത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. നേരത്തെ അതെന്താണെന്ന് കൃത്യമായിട്ട് പറയുകയുണ്ടായി. കാസർഗോഡ് ജില്ലയിലെ ഗോത്ര വിഭാഗത്തിനിടയിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആചാരം, അതാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്. എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഇപ്പോൾ അത് പെർഫോം ചെയ്തിരിക്കുന്നത്.